ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ആര്യാസിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ദോശയുടെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെയുണ്ട്. അപ്പോൾ ദാ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പനീർ ബട്ടർ മസാല ദോശയും ചേട്ടനൊരു നോർമൽ മസാല ദോശയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പനീർ മസാല ദോശ കഴിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഉള്ളിൽ വെച്ചേക്കുന്ന ആ ഒരു പനീർ മസാലയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ടൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് പോകണം, ലേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു ജോബ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകുമായിരുന്നു. റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് തന്നെ ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാമചന്ദ്രനിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോണക്ക് ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ശംഖുമുഖം ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടം വരെ വന്നിട്ട് നമുക്ക് ബീച്ച് കാണാതെ പോകുന്നത് വലിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ബീച്ചിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ പോയി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മത്സ്യകന്യക ഹെലികോപ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിൻ്റെ താഴത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ സമയം ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആ മത്സ്യകന്യകയെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹെലികോപ്റ്റർ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ സമയം അതിൻ്റെ താഴത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവളെ കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം അവൾ ചേട്ടനുമായിട്ട് പോകണമെന്ന് പറഞ്ഞ് പിന്നെ ചേട്ടൻ കുറേ സമയം അതിൻ്റെ താഴത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടു നടന്നു. അതിനുശേഷം ഞങ്ങൾ മത്സ്യകന്യക അതെല്ലാം കാണിച്ചു. പക്ഷേ അവൾക്ക് ആ ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു ഇതായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ സമയം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതുവഴി ചെന്നപ്പോഴത്തേക്ക് ബീച്ചിലിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബീച്ചിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവൾക്ക് അവിടുന്ന് ഒരു കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചു. നല്ല രസമാണ്. അത് നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് ലൈറ്റൊക്കെ കത്തും. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ ബീച്ചിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. ആ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. ഞാനും കുഞ്ഞും ഐസ്ക്രീമൊക്കെ കഴിച്ചു. ചേട്ടൻ മധുരം ഒട്ടും കഴിക്കത്തില്ല. ചേട്ടൻ ഇങ്ങനെയുള്ള വെജിറ്റബിൾസിൻ്റെ ഇതൊക്കെയാണ് ചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊറോട്ടയും ചിക്കൻ 65 ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.